പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് LG W30യുടെ റിവ്യൂ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിനെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്ത് പോയി കാണുക. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് കിടക്കും. Press the bell icon on YouTube app and never miss another update. അപ്പോൾ ഇതാണ് നമ്മുടെ LG W30 എന്ന മൊബൈൽ ഫോൺ. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് മെനു കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ ഈ ഒരു ഫോൺ കമ്പനി ആപ്പുകൾ കൊടുത്തിട്ടില്ല, കാരണം ഗൂഗിളിൻ്റേതായ ആപ്പുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ആക്കുകയാണ്. സെറ്റിങ്സ് നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സെറ്റിങ്സ് പോലെ തന്നെയാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഉള്ളത്. നമുക്കിതിൽ ധാരാളം ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സാധാരണ നമ്മളെ മൊബൈൽ ഫോണിലൊക്കെയുള്ള വൈഫൈ, ഇൻ്റർനെറ്റ് സെറ്റിങ്സ്, അതുപോലെ തന്നെ ആ ഒരു ഓപ്ഷനാണത്. രണ്ടാമതായിട്ട് നമുക്ക് കണക്റ്റഡ് ഡിവൈസ് എന്നുള്ളൊരു വേറെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളും മറ്റുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മൊബൈൽ ഫോണിലുള്ള പോലെ തന്നെ ബാറ്ററി കാര്യങ്ങൾ, ബാറ്ററി മോഡ്, ബാറ്ററി ചാർജ് ലെവൽ കുറവാണെങ്കിൽ ബാറ്ററി മോഡിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. പിന്നെ ഡിസ്പ്ലേ സെറ്റിങ്സിൽ നോച്ച് എന്ന സെറ്റിങ്സിൽ, നമ്മളെ ഈ ഒരു മൊബൈൽ ഫോൺ നോച്ചുള്ളൊരു മൊബൈൽ ഫോൺ ആയതുകൊണ്ട് തന്നെ അതിനെ നോച്ച് നമുക്ക് 3 വിധത്തിൽ മാറ്റാവുന്നതാണ്. രണ്ടാമത്തെ വാട്ടർ ഡ്രോപ്പ് എന്ന വിധത്തിലും, അങ്ങനെ 3 വിധത്തിൽ, നോച്ച് ഇല്ലാതെയും ആക്കാം. അങ്ങനെ 3 വിധത്തിൽ ആക്കാവുന്നതാണ്. ഞാനിവിടെ ഡീഫോൾട്ടായിട്ടുള്ളൊരു നോച്ചാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് സ്റ്റോറേജ് നോക്കിയാൽ ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 14 GB ആണ്. ഇത് 32 GB ആണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സെക്യൂരിറ്റി ആൻഡ് ലൊക്കേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ഫേസ് ലോക്കും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് ലോക്കും അവൈലബിൾ ആണ്. ഈ ഒരു മൊബൈൽ ഫോണിൽ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫിംഗർ പ്രിൻ്റ് ആണ്. പിന്നെ ട്രിപ്പിൾ ക്യാമറയാണ്, അതൊക്കെ ഞാൻ കഴിഞ്ഞ അൺബോക്സിങ്ങിൽ പറഞ്ഞിരുന്നു. ഓക്കെ, അതും ബാക്ക് അടിക്കാം. അടുത്തതായിട്ട് ഇതിൽ ധാരാളം ഡ്യൂറോ സ്പീഡ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കമ്പനി കൊടുത്ത ചില ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപകാരമുള്ളതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷന് ടൈമർ വെക്കാനൊക്കെ ഈ ഒരു ഇതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഇത് നമുക്ക് Android 9 ആണ് ഇതിലൂടെ ലഭിക്കുന്നത്. സാർ വാല്യൂ മറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് Android 9 അധിഷ്ഠിതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇതിൽ കൂടുതലായിട്ട് ഞാൻ കണ്ടൊരു ഫീച്ചറാണ്, ഇതിൽ നമുക്ക് ഫ്രണ്ട് സെൻസർ നല്ല ക്ലിയർ ആയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ വെളിച്ചമുള്ളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂടി വരും. അതുപോലെ തന്നെ ഇരുട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരും. ആ ഒരു ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് എന്ന ആ ഒരു ഓപ്ഷൻ ഇതിൽ 100% വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ടോർച്ച് ലൈറ്റ്, നമ്മൾ സാധാരണ മൊബൈലൊക്കെ ഉള്ള പോലെ അത്യാവശ്യം പവറൊക്കെ ഉള്ള ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ട്. പിന്നെ ഓട്ടോ റൊട്ടേഷൻ, ബാറ്ററി സേവർ, അതുപോലെ തന്നെ മറ്റ് നൈറ്റ് ലൈറ്റ്, അതുപോലെ തന്നെ റീഡിംഗ് മോഡിന് പകരമാണ് ഈ നൈറ്റ് ലൈറ്റ് എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ 1 ഹാൻഡഡ് മോഡ്, അതായത് ചെറുതായിട്ടുള്ള ആ ഡിസ്പ്ലേയിൽ നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന ടൈപ്പിലുള്ള ഡിസ്പ്ലേ ആക്കിയെടുക്കുക. ഇതിനെ ഹോട്ട്സ്പോട്ട് മറ്റ് കാര്യങ്ങൾ, ഡിസ്പ്ലേൻ്റെ കളറുകൾ മാറ്റേണ്ടത്, അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറാക്കുന്നത്, അങ്ങനെ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ ഞാനിവിടെ ഡാർക്ക് മോഡാണ് ഇതിൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടുമ്പോൾ ഇതിൽ സാധാ ലൈറ്റ് ഉള്ള മോഡായിരുന്നു, ഡിഫോൾട്ടായിട്ടുള്ള മോഡായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ചെക്ക് ചെയ്താൽ, ഫ്രണ്ട് ക്യാമറ 16 MP ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറയാണ്, അതും പ്ലസ് പോർട്രേറ്റ് മോഡുമാണ്. ബാക്ക് ക്യാമറ പറയുകയാണെങ്കിൽ നമുക്ക് 12+13+2 MP മെഗാ പിക്സലാണ്. ക്യാമറയുടെ ഒരു വിശദമായ റിവ്യൂ ഞാൻ അടുത്ത വീഡിയോയിൽ വിടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എടുത്ത ഫോട്ടോസൊക്കെ നല്ലൊരു ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് തന്നെയാണ്. എത്ര സൂം ചെയ്താലും നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു വരുന്നൊന്നുമില്ല. പിന്നെ അവിടെ LGയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്കിതിൽ ഓഫ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇനി നമുക്കിതിൽ ഗെയിമിങ്ങിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെ നോക്കാം. ഞാനിവിടെ GTA San Andreas എന്ന 2 GB
സ്റ്റോറേജ് വരുന്ന ഗെയിമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ട് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഹാങ്ങും മറ്റൊന്നും വരുന്നില്ല. നല്ലൊരു ക്ലിയറിൽ തന്നെ അത് കളിക്കാൻ സാധിക്കുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ചെക്ക് ചെയ്തു, കുറേ കളിച്ചതിന് ശേഷം ഒന്ന് മിനിമൈസ് ചെയ്ത് പിന്നെ കുറച്ച് നേരമൊക്കെ ഹെവി ആയിട്ട് ഫോൺ യൂസ് ചെയ്ത് പിന്നെ ഈ മിനിമൈസ് ചെയ്ത് വെച്ചൊന്ന് തുറന്ന് നോക്കി. യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. റാമൊക്കെ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 3GB റാമിൽ അത്യാവശ്യം നമ്മൾ വലിയ ഗെയിമർക്കൊന്നും ഈ ഒരു മൊബൈൽ ഫോൺ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഗെയിം കളിക്കുന്നവർക്കൊക്കെ ഈ ഒരു മൊബൈൽ ഫോൺ ബെറ്റർ ആണെന്ന് തോന്നുന്നു. ഞാനിവിടെ ഗെയിം കളിച്ചിട്ട് എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല, ഹാങ് മറ്റു കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ് ഇതിന് LGയുടെ കമ്പനി കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.